പുലിയുടെ ആക്രമണത്തിൽ 12-കാരന് പരിക്കേറ്റു എന്ന വാർത്തയിലേക്കാണ്. ബന്നാർഘട്ട ദേശീയോദ്യാനത്തിൽ സഫാരിക്കിടെ 12-കാരനെയാണ് പുലി മാന്തിയത്. സഫാരി വാഹനത്തിന് മുകളിലേക്ക് കയറിയാണ് സീറ്റിലിരുന്ന കുട്ടിയെ പുലി മാന്തിയത്. കുട്ടിയുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കുട്ടിക്ക് ഉടൻ തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കെ വി ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഈ പുലി ഓടി അടുത്തെത്തുമ്പോഴാണ് വണ്ടി നിർത്തുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പുലി എത്തി നോക്കുന്നതും. അപ്പോൾ ഈ കുഞ്ഞിന് പരിക്ക് സാരമാണോ? എന്താണ് ഉണ്ടായത്? കുട്ടിയുടെ കൈക്ക് മാന്തലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കയ്യിൽ 2 സ്ഥലത്ത് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഉടൻ തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകി. ഇന്നലെ വൈകിട്ടുള്ള സഫാരിയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ പുലികളെ സാധാരണ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ വാഹനം അല്പം പതുക്കെ പോകാറുണ്ട്. ഏതായാലും അങ്ങനെയാണ് ഈ സഫാരി ജീപ്പും പതുക്കെ പോയത്. ഈ കുട്ടി വിൻഡോ സീറ്റിലാണ് ഇരുന്നത്. പെട്ടെന്ന് പുലി വാഹനത്തിന് മുകളിലേക്ക് കയറുകയാണ് ചെയ്തത്. ഏതായാലും സാധാരണ രീതിയിൽ ഇങ്ങനെ പുലി വാഹനത്തിന് മുകളിലേക്കൊക്കെ കയറുന്നത് പതിവാണ്. പക്ഷേ ഈ വാഹനത്തിന്റെ ആ വിൻഡോ സീറ്റിനും ഭാഗത്തെ നെറ്റ് ഇളകിക്കിടക്കുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ കുട്ടിയുടെ കയ്യിൽ പുലി മാന്തുകയാണ് ചെയ്തത്. ഉടൻ തന്നെ പുലി ഈ വാഹനത്തെ പിന്തുടരുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും അല്പം മാറി ഈ കുട്ടിയെ പെട്ടെന്ന് തന്നെ കുട്ടിക്ക് വേണ്ട പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നൽകി. ഇതിന്റെ പിന്നാലെ ഈ ദൃശ്യങ്ങൾ മറ്റൊരു യാത്രക്കാരാണ്, അല്ലെങ്കിൽ ഈ സഫാരിക്ക് വന്ന മറ്റു സഞ്ചാരികളാണ് പകർത്തിയത്. ഇത് ഒരു ദേശീയോദ്യാനമാണ് ബന്നാർഘട്ട എന്നുള്ളത്. ഇവിടെ സഫാരിയൊക്കെ നടക്കുന്നത് പതിവാണ്. കർണാടക വനംവകുപ്പിന് കീഴിലുള്ളതാണ്. ഏതായാലും മറ്റ് വലിയ അപകടങ്ങളൊന്നും കുട്ടിക്ക് ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ഇത്തരം ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സഫാരി നടക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഇങ്ങനൊരു സംഭവം നടന്നത്, അല്ലെങ്കിൽ അപകടം നടത്തുന്നത് വലിയ ആശങ്ക ഉയർത്തുന്നതാണ്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കർണാടക വനംവകുപ്പ് മന്ത്രി ഈശ്വർ ഖാന്ദ്രെ ഈ സഫാരി വാഹനങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരിശോധിക്കാൻ ഒരു ഓഡിറ്റിംഗ് നടത്താനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ചെറിയ പരിക്ക് മാത്രമാണ് കുട്ടിക്ക് ഉണ്ടായത് എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ഈ സഫാരി സംബന്ധിച്ച് വലിയ ആശങ്ക ഉയർത്തുന്ന ഒരു സംഭവം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായത്.